ഹലോ ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടനാട്ടിലേക്കുള്ളൊരു യാത്രയാണ്. കുട്ടനാട്ടിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി കാഴ്ചകൾ ഒപ്പിയെടുക്കാനുള്ള യാത്രയിലാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ച് വിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ അഞ്ച് വിളക്ക് സ്ക്വയറാണിത്. ഈ ചങ്ങനാശ്ശേരി ചന്ത വേലുത്തമ്പി ദളവയാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഇവിടുത്തെ ആദ്യത്തെ വ്യാപാര സാധനം ഒരു ഗജശ്രേഷ്ഠനായിരുന്നു. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഈ ചങ്ങനാശ്ശേരി ചന്തയ്ക്ക് വേറൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടൻ അഭിനയിച്ച സിനിമ സ്ഫടികം ഷൂട്ട് ചെയ്തത് ഈ ചന്തയിൽ വെച്ചാണ്. അപ്പോൾ അദ്ദേഹവും ഫ്രണ്ട്സും ഒക്കെ ഇരുന്ന ആ ബിൽഡിംഗ് ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന കുരിശടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ അതിൽ കാണിച്ചിരുന്ന ബോട്ട് ചട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും ഇവിടുന്ന് ബോട്ട് സർവീസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ കുട്ടനാട്ടിലെ ഒരു പ്രദേശമായ തായങ്കരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ ഒരു സ്പെഷ്യൽ ഷാപ്പുണ്ടെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം മമ്മിയുടെ അനിയത്തിയുടെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ വഴിയാണ് നമ്മൾ അറിഞ്ഞത് ഇവിടുത്തെ ആ ഷാപ്പിൻ്റെ കാര്യം. അപ്പോൾ അവിടെ നമ്മളിന്ന് ഉറപ്പായിട്ടും പോകും. അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമുക്കൊരു വള്ളത്തേൽ നമ്മൾ ഇവിടുന്ന് അക്കരയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പാടശേഖരമാണ്. അവിടെ ഇപ്പം വെള്ളം കയറ്റിയിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് വള്ളത്തേൽ അക്കരയ്ക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് പോയാലോ? അങ്ങനെ നമ്മൾ വള്ളത്തേലുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ കുട്ടനാട്ടിൽ ഒരു മെയിൻ സാധനമാണ് വള്ളത്തേലുള്ള യാത്ര എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നത്. ഞാൻ ബേസിക്കലി കുട്ടനാട്ടുകാരിയാണ്. ഞാൻ കെട്ടിയാണ് തോട്ടക്കാട്ടോട്ട് പോയത്. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം പഠിച്ചതൊക്കെ പുളുങ്ങെന്ന് പറഞ്ഞ സ്ഥലത്താണ് കുട്ടനാട്ടിലെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ വരും വീഡിയോയിലിടും. അപ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. പുളുങ്ങെന്ന് പറഞ്ഞാലും പുളുങ്ങുന്നതിനെ കുറച്ചുകൂടി ഉള്ളിൽ കായൽപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഇഷ്ടം നമ്മുടെ ചുറ്റിനും വെള്ളമാണെങ്കിൽ കൂടി നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുക കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെയൊക്കെ നല്ല വലിയ കിണറുള്ള സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ഇങ്ങനെ പോയി വള്ളത്തെ പോകും. നിറച്ച് അങ്ങൂന്ന് ഇങ്ങ് വരെ ഈ ബക്കറ്റും കുടവും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകും. രണ്ടുപേര്, ഞങ്ങൾ ഫ്രണ്ട്സ് രണ്ടുപേരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് തുഴഞ്ഞ് പോയി അതിൽ മുഴുവൻ വെള്ളവും നിറച്ചുകൊണ്ട് വരും. കുഞ്ഞിലെ അതൊക്കെ ശരിക്കും ഇപ്പം നല്ല ഓർമ്മകളാണ് അതൊക്കെ. ഇത് നമ്മളെ ചതിക്കുമെന്നാണ് തോന്നുന്നു കേട്ടോ. കാറ്റ്, ഭയങ്കര കാറ്റുണ്ട്. നമ്മൾ അങ്ങ് വരെ ചെല്ലുമോയെന്ന് എനിക്കറിയത്തില്ല. കാറ്റ് വരുന്ന വഴി നമ്മളങ്ങ് പോവുക. അത് വേറെ വഴിക്ക് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് ഗൈസ്. പക്ഷെ നമ്മളിപ്പോ അല്ലല്ല, എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം. പക്ഷെ ഈ കാറ്റെന്നെ ചതിച്ചു. കാറ്റ് ചതിച്ചതാ, വേറൊന്നുമല്ല. എന്റെ വള്ളമേ, നീ എങ്ങോട്ടാ ഈ പോകുന്നത്? കാറ്റ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നു നോക്കാം. ഇനി ഞങ്ങൾ കാറ്റിന്റെ ഒഴുക്കിന് നേരെ പോകാന്ന് തീരുമാനിച്ചു. നമുക്ക് അവിടെ വെള്ളം വിട്ടിട്ട് പോകാം. അങ്കിളിനോട് വന്ന് പിന്നെ എടുത്താൽ മതി. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, വള്ളത്തിന്റെ അവിടം തൊട്ട് ഇവിടം വരെ വെള്ളം ഒടുക്കി വെച്ച്. അല്ല, അതൊക്കെ ഒറിജിനൽ സ്റ്റോറിയാ. അതൊക്കെ ഒറിജിനൽ, അതൊക്കെ ഉള്ളതാ അവിടെ. പക്ഷെ അവിടെ ആ സ്റ്റോറിൽ കാറ്റില്ല. ഗൈസ്, ഞങ്ങൾ അവിടം വരെ എത്താതെ തിരിച്ച് വീണ്ടും ഞങ്ങൾ വീട്ടിൽ പോവാണ്. പക്ഷെ നമ്മളിതേ ദൂരം കാണിച്ചേ, നമ്മൾ ഇത്രയും ദൂരം തുഴഞ്ഞു വന്നു. ഞങ്ങൾ ഇത്രയും ദൂരം വന്നു. ആ പിങ്ക് കളറിലെ വീട് കണ്ടോ? അവിടുന്നാണ് ഞങ്ങൾ കയറിയത്. അവിടുന്ന് ഇവിടം വരെ ഞങ്ങൾ തുഴഞ്ഞു വന്നു. റിവേഴ്സ് പോകാനാ കറക്റ്റ് ആയിട്ട് അറിയാവുന്നത്. ഫോർവേഡ് അത്ര പോരെങ്കിലും റിവേഴ്സ് പോകാൻ നന്നായിട്ട് അറിയാം. നമ്മൾ തിരിച്ചു വന്നോണ്ടിരിക്കുക. അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന വഴിയാ. അപ്പൊ പിന്നെ എനിക്ക് തിരിഞ്ഞിരിക്കാനായിട്ട് വീഡിയോ എടുക്കണ്ടോണ്ട് ഞാൻ തിരിഞ്ഞിരിക്കാത്ത. അതുകൊണ്ടാ, വേറൊന്നുമല്ല, കാറ്റുള്ളതുകൊണ്ടല്ല. ഇല്ലില്ല, തിരിച്ചു വരാൻ കുഴപ്പമില്ല സിൻഡോപ്പി. കാറ്റിന്റെ ഇതായതുകൊണ്ട് നമുക്ക് സുഖമാ. അങ്ങോട്ടേക്ക് നമുക്ക് പാടായിരുന്നു.
പക്ഷെ നമ്മൾ എവിടുന്നാ വന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ആ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. എത്ര നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ വള്ളത്തിൽ നമ്മൾ പോകുന്നത്. സാധാരണ മറ്റേ വുഡിന്റെ അതെ അതെ ഇതാണ് പക്ഷെ ഭയങ്കര ശരി മറിയത്തില്ല പക്ഷെ ഇങ്ങനെ കൂടുതലുണ്ട് ഇതിന്, അതുകൊണ്ട് മറിയത്തില്ല. പക്ഷെ എന്നാലും പാടാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വെളിയിൽ പണ്ടത്തിലല്ലാതെ കാറ്റ് കുറവുള്ള സ്ഥലത്താണ് തുഴയാൻ സുഖമാണ് കുറച്ചുകൂടെ. അതെ തോട്ടിക്കൂടെ ഒക്കെ ആണെങ്കിൽ ശരിക്കും അപ്പുറത്തെ തോട്ടിക്കൂടെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, സ്മൂത്ത് ആയിട്ട് നമ്മൾ പോയേ. ഇത് ക്യാരി ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒന്നും വലിയ പാടില്ല. ശരിക്കും അത് മതിയായിരുന്നു. തോട്ടിക്കൂടെ അല്ലേ? തോട്ടിക്കൂടെ ഇപ്പം അങ്ങനെ വലിയ പാടില്ല, നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, വേറെ ആരും. എന്നെ പോലെ ആരെങ്കിലും ഇങ്ങനെ കുട്ടനാട്ടിൽ കൂടി ഇങ്ങനെ ഈ വള്ളത്തേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇവരൊക്കെ എന്നെ കളിയാക്കിയെങ്കിലും ഒരു പോറല് പോലും ഇല്ലാതെ ഇവരെ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് തിരിച്ചെത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അടുത്ത സ്പോട്ട് ഒരു കിഡിലൻ ഷാപ്പാണ്. അങ്ങോട്ടേക്ക് പോകാം. ഇപ്പം നമ്മൾ ചമ്പക്കുളത്തിനും കണ്ടങ്കരിക്കും ഇടയിലാണ് നിൽക്കുന്നത്. നോക്കി എന്ത് ഭംഗിയായി നോക്കി, ഈ പാടം നോക്കി. നമ്മളിതേ ഈ പാടത്തൂടെ നടന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്കാണ് പോകുന്നത്. അമേരിക്കയിലൊന്നും ഉള്ളതല്ല, ഇത് നമ്മുടെ ചമ്പക്കുളത്തിനും കണ്ടങ്കരിക്കും ഇടയിലുള്ളൊരു സ്ഥലമാണ്. ഒരു ഷാപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടിപൊളി ഒരു ഷാപ്പുണ്ട്, അവിടെ പോയി നമുക്ക് ആസ്വദിക്കാമെന്ന്. അപ്പോൾ അവിടുത്തെ കറികൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണത്. അങ്ങനെ ഇന്ന് ഞങ്ങളിതേ വാങ്ങിച്ചിരിക്കുന്നത് കള്ള്, ഫിഷ് ഫ്രൈ, പോർക്ക്, ഞണ്ട് റോസ്റ്റും കൂടാണ്. ഓൾറെഡി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. മമ്മിയുടെ അനിയത്തിയുടെ വീട് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആൻറ്റി നല്ല അടിപൊളി ഊണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഫിഷ് ഫ്രൈയും ചിക്കൻ റോസ്റ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് മിസ് ചെയ്യാൻ തോന്നിയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചത് കാരണമാണ് ഞങ്ങളിപ്പോൾ ഇത്രയത്തിൽ നിർത്തിയത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി വെച്ച് പറയാം. ഇത് കാളാഞ്ചിയാണ്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വായും കൂടെ കഴിച്ചോട്ടെ. നമുക്ക് പോർക്ക് നോക്കാം. പോകാം. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞണ്ടും കൂടെ ഒന്ന് നോക്കാം. ഇത് കുഴപ്പമില്ല, തക്കാളിയുടെ ഒരു കൂടുതലായിട്ട് നിൽപ്പുണ്ട്, ഒരു പുളി, തക്കാളിയുടെ ആ പുളിപ്പ് കൂടുതൽ നിൽപ്പുണ്ട്. ഞണ്ട് റോസ്റ്റ് എനിക്ക് ഞങ്ങളുടെ മമ്മി വയ്ക്കുന്ന ഇഷ്ടം. മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ, മമ്മി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തക്കാളിയുടെ ഒരു പുളിപ്പുണ്ട്, കുഴപ്പമില്ല. അതിഷ്ടപ്പെടുന്നവർക്ക് ഇതിഷ്ടപ്പെടും. അങ്ങനെ ഷാപ്പിലെ കറികളൊക്കെ ആസ്വദിച്ച് നമ്മളിത് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി എന്ത് ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാൻ. പാടങ്ങളെല്ലാം വിതച്ച് നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണ്. പോകുന്ന വഴികളൊക്കെ അത്ര മനോഹരമാണ്. ഒരു സ്ഥലം പോലും നമുക്ക് ഒപ്പിയെടുക്കാതിരിക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഭംഗിയിലാണ് അവിടെ മുഴുവൻ കാണാൻ. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും നല്ല പച്ച വിരിച്ചിങ്ങനെ പാടം കിടക്കുകയാണ്. കുട്ടനാട്ടുകാരുടെ ജലരാജാവായ ജവഹർ തായങ്കരിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ വള്ളത്തിന്. 1973 ജൂലൈ 30-നാണ് ഇത് ആദ്യമായിട്ട് നീറ്റിലിറക്കുന്നത്. കുണ്ടൻ വള്ളങ്ങളുടെ രാജശില്പി കോയിമുക്ക് നാരായണാശാരിയാണ് ഈ വള്ളത്തിൻ്റെ ശില്പി. നെഹ്റു ട്രോഫി ഒരു 5 തവണ ഇത് കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ 14 തവണയോളം ഇത് റണ്ണറപ്പ് ആയിട്ടുണ്ട്. ഒട്ടുമിക്ക ജലമേളകളിലും ഈ വള്ളത്തിന് പ്രൈസ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കരക്കാർ തമ്മിലുള്ള വാശിയേറിയ ഒരു മത്സരമായിരുന്നു. ഇപ്പം ബോട്ട് ക്ലബ്ബുകളാണ് ഇതിലെ തുഴച്ചിലുകാർ.
ഞങ്ങൾ അവിടുന്ന് പോന്നപ്പം വഴിയിൽ കണ്ട കാഴ്ചയാണിത്. താറാവൊക്കെ നല്ല കൂട്ടമായിട്ട് മനോഹരമായിട്ട് അവരുടെ കൂടുകളിലേക്ക് ചേക്കേറാനായിട്ട് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങി. അപ്പോൾ അവർക്ക് എത്രയും വേഗം കറക്റ്റായിട്ട് അവരുടെ കൂടുകളിലേക്ക് എത്തിച്ചേരണം. രണ്ടുപേര് തിരിച്ചു പോകുന്നുണ്ട്. അവർക്ക് അവരുടെ വേറെ വീടാണെന്ന് തോന്നുന്നു. അപ്പം കറക്റ്റായിട്ട് അവർ ആ വീട്ടിൽ ചെന്ന് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല മഴയായി. നമുക്ക് കുട്ടനാട്ടിൽ തന്നെ ഒരു തൂക്കുപാലവും കൂടെ കവർ ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചങ്ങങ്കരി കൊട്ടാരം പാലത്തിലാണ്. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയിൽ പോകുന്ന ഒരു തൂക്കുപാലത്തിലേക്കാണ്. അപ്പം കുട്ടനാട്ടിലുള്ള ഒരു തൂക്കുപാലമാണിത്. നമുക്ക് തൂക്കുപാലത്തിൽ കയറി വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായി. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടി വരുന്നതിനാൽ നമ്മളവിടെ നിന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ എടത്വാ പള്ളിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇത് സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. അങ്ങനെ എടത്വാ പള്ളിയോടുകൂടി ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം മഴയൊക്കെ ഞങ്ങളെ കുറച്ച് ചതിച്ചു. നമ്മുടെ ആ തൂക്കുപാലം ഒന്നും ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഇന്നത്തെ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ.